നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറിയും അഴിമതിയുമാണ് നടന്നിട്ടുള്ളതെന്ന് മുൻ എം പി CS സുജാത. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇൻകം ടാക്സ് ഓഫീസ് പടിക്കലിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. അശാസ്ത്രീയമായ ചിക്കൻ നിരോധനം പിൻവലിക്കുക, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ ഹോട്ടലുകളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകുക, GSTയുടെ പേരിൽ നടത്തുന്ന ഉദ്യോഗസ്ഥ വേട്ട അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജൂലൈ 1 മുതൽ പരിഷ്കരിച്ച് നടപ്പിലാക്കേണ്ട ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറിയും മുൻ MLAയുമായ A. ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ബീച്ചിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം പതിവാകുന്നതായി വ്യാപാരികളുടെ പരാതി. തിങ്കളാഴ്ച പുലർച്ചെ ഭിന്നശേഷിക്കാരൻ കൂടിയായ മുബാഷിന്റെ കടയും കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം നടത്തിയതായും പരാതി. കേരള ഹോമിയോ ശാസ്ത്രവേദിയുടെ ഈ വർഷത്തെ സ്വാമി ആതുരദാസ് ജി പുരസ്കാരം ആലപ്പുഴ സ്വദേശിനി ഡോക്ടർ ഷെമീന സലീമിന് ലഭിച്ചു. സാംക്രമിക രോഗ പ്രതിരോധ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളും ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി വഴി കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ സേവനങ്ങളെ മുൻനിർത്തിയുമാണ് പുരസ്കാരം. ഈ മാസം 7-ന് തിരുവല്ലയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ പുരസ്കാരം വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറിയും അഴിമതിയുമാണ് നടന്നിട്ടുള്ളതെന്ന് മുൻ MP CS സുജാത അഭിപ്രായപ്പെട്ടു. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇൻകം ടാക്സ് ഓഫീസ് പടിക്കലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറിയും അഴിമതിയുമാണ് നടന്നിട്ടുള്ളതെന്ന് മുൻ MP CS സുജാത അഭിപ്രായപ്പെട്ടു. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇൻകം ടാക്സ് ഓഫീസ് പടിക്കലിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു CS സുജാത. വലിയ തോതിലുള്ള അഴിമതി നടത്തിയിരുന്നു. കാരണം പുറം ലോകം അറിയുന്നത് 67 പേര് 1ാം റാങ്ക് വാങ്ങിച്ച് പുറത്തു വരുന്നു. അതിൽ തന്നെ 7 പേർ ഒരു സെന്ററിൽ പരീക്ഷ എഴുതിയവർ. ഈ 67 പേരിൽ 47 പേർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു. ഇതെന്തൊരു വിരോധാഭാസമാണ്. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇതിന് മറുപടി പറയണ്ടേ? ഇത്തരം ആക്ഷേപം ഉയർന്നു വരുമ്പോൾ കൃത്യമായി മറുപടി പറയുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യൻ ഭരണകൂടം, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. പാർലമെന്റ് ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പോലും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. കാരണം ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു കുഴപ്പം വലിയ അട്ടിമറിയാണ് നടന്നിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മറുപടി പറഞ്ഞേ തീരുവെന്നും CS സുജാത കൂട്ടിച്ചേർത്തു. നേരത്തെ ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്നും ആരംഭിച്ച മാർച്ച് ജനലാശുപത്രി ജംഗ്ഷന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് സമരക്കാർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും ഇതിനിടയിൽ പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കുകയും ചെയ്തതോടെ മാർച്ചിൽ നേരിയ സംഘർഷാവസ്ഥയുമുണ്ടായി. തുടർന്ന് ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് നീങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അശാസ്ത്രീയമായ ചിക്കൻ നിരോധനം പിൻവലിക്കുക, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ ഹോട്ടലുകളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകുക, GSTയുടെ പേരിൽ നടത്തുന്ന ഉദ്യോഗസ്ഥ വേട്ട അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. जिंदाबाद 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 जिंदाबाद
അശാസ്ത്രീയമായ ചിക്കൻ നിരോധനം പിൻവലിക്കുക, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ ഹോട്ടലുകളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകുക, GSTയുടെ പേരിൽ നടത്തുന്ന ഉദ്യോഗസ്ഥ വേട്ട അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലയിലെ ഹോട്ടലുകളും ഭക്ഷ്യോൽപ്പന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നേരത്തെ ആലപ്പുഴ ഭട്ടതിരി പുരയിടത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 4-3 പ്രദേശങ്ങളും പക്ഷിപ്പനി ബാധയുടെ പേരിൽ ഇവിടെ താറാവ്, കോഴി, കോഴിമുട്ട പോലെയുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ ഭക്ഷ്യവസ്തുക്കളും നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, ഫ്രോസൺ ചിക്കൻ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ നിയന്ത്രണങ്ങളും നമ്മുടെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഫ്രോസൺ ചിക്കൻ പോലും കേരളത്തിലെ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലുകളിൽ കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അത് ശക്തമായൊരു വിവേചനമാണ്. അതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. ഇന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ശ്രീ കൗശികനുമായിട്ട് ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു മാർഗമുണ്ടായിട്ടില്ലെങ്കിൽ അതിശക്തമായ സമര പരിപാടികളിലൂടെ ഞങ്ങളുടെ അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സമരത്തിന്റെ ഏതറ്റം വരെ പോകുവാനും കേരളത്തിലെ ഹോട്ടൽ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മനാഫ് കുബാബ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ ബി താജ് സ്വാഗതം പറഞ്ഞ ധർണയിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയാൻ സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ ഇടപെടുക, ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുക, പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസുകൾ പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. ജൂലൈ 1 മുതൽ പരിഷ്കരിച്ച് നടപ്പിലാക്കേണ്ട ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനായുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറിയും മുൻ MLA-യുമായ A. ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂലൈ 1 മുതൽ പരിഷ്കരിച്ച് നടപ്പിലാക്കേണ്ട ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നടത്തി. ഇത്രയും നിരുത്തരവാദിത്തപരമായ ഒരു ഭരണം നാളിതുവരെ സംസ്ഥാനത്തുണ്ടായിട്ടില്ല എന്ന് A. ഷുക്കൂർ അഭിപ്രായപ്പെട്ടു. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ശ്രീ ഉമ്മൻചാണ്ടി വരെ കേരളത്തിന്റെ ഭരണകൂടങ്ങൾ 57 മുതൽ 2016 വരെ ആ ഭരണ സംവിധാനം പോയെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒന്നും ഉണ്ടാകാത്ത ഒരു സംഭവ പരമ്പരയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രശ്നം, അവരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ശമ്പള പരിഷ്കരണത്തെ തുടർന്നുണ്ടായ കുടിശ്ശിക കിട്ടാത്ത പ്രശ്നങ്ങൾ, അവിടെ ലീവ് സറണ്ടർ കിട്ടാത്ത പ്രശ്നങ്ങൾ നിരവധിയാണ്. പക്ഷേ ചെരുപ്പ് നക്കികളായ ചില സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ ഇതൊന്നും അറിയാതെ ഭൂലോകത്ത് തമസ്കരിക്കപ്പെട്ടവർ നിൽക്കുകയാണ്. അവർ സ്വപ്നം കാണുന്നത് വീണ വിജയന്റെയും പിണറായി വിജയന്റെയും കുടുംബത്തിനുണ്ടാവുന്ന സാമ്പത്തികമായ സ്രോതസ്സിന്റെ വീതം വെച്ച് ഞങ്ങൾക്കും ഭാവിയിൽ കിട്ടുമെന്നാണ്. അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടത്തിയ ധർണയിൽ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ ഉപാധ്യക്ഷൻ A. ജലീൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KG സാനന്ദൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ സേതു രവി, P. സോമരാജ്, PC തങ്കച്ചൻ, WP തങ്കച്ചൻ, ജോസഫ് എബ്രഹാം, ഉത്തമകുമാർ, AP ഇഗ്നേഷ്യസ്, PV വിശ്വംഭരൻ, C. ജയകുമാർ, PS ആന്റണി, സോളമൻ പഴമ്പാശ്ശേരി, TS ശിശുപാലൻ തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു. ആലപ്പുഴ ബീച്ചിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം പതിവാകുന്നതായി പരാതി. തിങ്കളാഴ്ച പുലർച്ചെ ഭിന്നശേഷിക്കാരൻ കൂടിയായ മുബാഷിന്റെ കടയും കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം നടത്തിയതായും പരാതിയുണ്ട്. ആലപ്പുഴ ബീച്ചിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം പതിവാകുന്നതായി പരാതി. തിങ്കളാഴ്ച പുലർച്ചെ ഭിന്നശേഷിക്കാരൻ കൂടിയായ മുബാഷിന്റെ കടയും കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം നടത്തിയതായും പരാതിയുണ്ട്.
പ്രദേശത്ത് രാത്രികാലങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്ന ബീച്ചിലെ വ്യാപാരികളുടെ ആവശ്യവും ഇപ്പോൾ ശക്തമാവുന്നുണ്ട്. 3 ദിവസത്തിന് മുൻപ് ബീച്ചിലെ മറ്റൊരു ഷോപ്പിലും മോഷണം നടത്തിയിരുന്നു. താഴ് കുത്തിപ്പൊളിച്ച് നടത്തിയ മോഷണത്തെ തുടർന്ന് പണവും മറ്റ് സാധനങ്ങളും മോഷ്ടിക്കുന്ന സ്ഥിതിയുമുണ്ടായി. ഇത് സംബന്ധിച്ച് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും വ്യാപാരികൾ പറയുന്നു. ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് തനിക്ക് ബീച്ചിൽ വ്യാപാരം നടത്താൻ ലൈസൻസ് ലഭിച്ചതെന്നും ഇപ്പോൾ മഴക്കാലമായതിനാൽ കച്ചവടം കുറവാണെങ്കിലും ജീവിക്കാൻ മറ്റു മാർഗമില്ലാത്തതിനാലാണ് ഇങ്ങനെയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതെന്നും ഇത്തരത്തിൽ രാത്രിയുടെ മറവിൽ മോഷണ പരമ്പര തുടരുകയാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടിലാകുമെന്നും ഭിന്നശേഷിക്കാരൻ കൂടിയായ മുബാഷ് ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ പേര് മുബാഷ്. ഞാൻ ആലപ്പുഴ ബീച്ചിൽ കച്ചവടം ചെയ്തതാണ്. ഇത് എൻ്റെ കടയാണ്. ഇന്നലെ രാത്രി ഇവിടെ ഒരു മോഷ്ടിക്കാനുള്ള മോഷണം ഉണ്ടായി. പോലീസുകാർ വന്നാലേ ഇനി അറിയത്തുള്ളൂ എന്താണ് സംഭവിച്ചതെന്നൊക്കെ. ഞങ്ങൾ ഇതുവരെയായിട്ടും കട തുറന്നിട്ടില്ല. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഇവിടെ 2-3 കടകൾ ഇതിനു മുമ്പേയും മോഷണം നടത്തിയുണ്ടായി. അവിടെ നിന്നൊക്കെ സാധനങ്ങൾ പോയി. ഞങ്ങൾ ഇവിടെ ബീച്ച് പോലീസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്ന് നോക്കിയൊക്കെ ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഇന്ന് എൻ്റെ കടയിലും ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ ഒരു ലൈസൻസ് ഒപ്പിക്കുകയും ജീവിക്കാനുള്ളൊരു എൻ്റെ ജീവിതം ഈ കടയിൽ നിന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മോഷണവും മോഷണ ശ്രമവും കുറേ ദിവസങ്ങളായി ബീച്ചിലെ കടകളിൽ നടക്കുന്നുണ്ടെന്നും ഇതിന് തടയിടാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുൻകൈയെടുക്കണമെന്നും ബീച്ചിലെ മറ്റൊരു വ്യാപാരിയും പ്രവർത്തകരുമായ ഷാജി ജമാലും ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളൊക്കെ ആയിട്ട് മോഷണം നടക്കുന്നുണ്ട്. ഞാനിവിടെ കച്ചവടം ചെയ്യുന്നതാണ്. എൻ്റെ കടയിൽ നിന്നും കയറി ക്യാഷൊക്കെ എടുത്തിട്ട് പോയി. പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷെ അത് കഴിഞ്ഞും എല്ലാ ദിവസവും ഇപ്പം നിരന്തരം ഈ മോഷണ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലത്തിന് വടക്കുവശമായിട്ട് തന്നെ പല കടകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കയറി ഒരുപാട് പൈസ എല്ലാം എടുത്തു പോയി. ഇതിപ്പം കേരള ഹോമിയോ ശാസ്ത്രവേദിയുടെ ഈ വർഷത്തെ സ്വാമി ആതുരദാസ് ജി പുരസ്കാരം ആലപ്പുഴ സ്വദേശിനി കൂടിയായ ഡോക്ടർ ഷബീന സലീമിന് ലഭിച്ചു. സാംക്രമിക രോഗപ്രതിരോധ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളും ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി വഴി കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ സേവനങ്ങളെ മുൻനിർത്തിയുമാണ് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. കേരള ഹോമിയോ ശാസ്ത്രവേദിയുടെ ഈ വർഷത്തെ സ്വാമി ആതുരദാസ് ജി പുരസ്കാരം ഡോക്ടർ ഷമീന സലീമിന് ലഭിച്ചു. സാംക്രമിക രോഗപ്രതിരോധ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളും ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി വഴി കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ സേവനങ്ങളെ മുൻനിർത്തിയുമാണ് പുരസ്കാരം. ഈ മാസം 7-ന് തിരുവല്ലയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ പുരസ്കാരം വിതരണം ചെയ്യും. തൻ്റെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പരിപൂർണ പിന്തുണയും പ്രോത്സാഹനവുമാണ് തനിക്ക് ഇത്തരത്തിലൊരു പുരസ്കാരം ലഭിക്കാൻ ഇടയാക്കിയതെന്നും താൻ സേവനം ചെയ്യുന്ന മേഖലയിൽ നിന്നും ഒരു പുരസ്കാരം ലഭിക്കുക എന്നത് ഏറെ സന്തോഷപ്രദവും അതിലുപരി കൂടുതൽ ഉത്തരവാദിത്തബോധവും തനിക്ക് സമ്മാനിക്കുന്നുണ്ടെന്ന് ഡോക്ടർ ഷമീന സലീം പറഞ്ഞു. 5000-ഓളം വരുന്ന ഹോമിയോപ്പതി സംഘടനയായ IHK എന്ന് പറയുന്ന സംഘടനയിൽ നിന്നും എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചത്, അതായത് ആതുരദാസ് സ്വാമിജിയുടെ പേരിൽ ഉള്ള പുരസ്കാരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പ്രവർത്തന മേഖലയിലും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പല പല സംഘടനകളുമായി ചേർന്നുകൊണ്ടുള്ള എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ മാനദണ്ഡത്തിലാണ് എനിക്കിങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചത്. ഇനിയും ഈ പ്രവർത്തനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഇത്രയും പ്രവർത്തനങ്ങൾക്ക് എൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് എൻ്റെ ഭർത്താവ് ഉൾപ്പെടെ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ സഹോദരങ്ങളായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, എല്ലാവരുടെയും ഒരു പ്രചോദനമാണ് എനിക്ക് ഇങ്ങനെ പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്ത് 500-ലധികം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളിലൂടെ ആയിരക്കണക്കിന് രോഗികൾക്ക് ഹോമിയോപ്പതി ചികിത്സയിലൂടെ സ്വാതന്ത്ര്യം നൽകാൻ കഴിഞ്ഞതും വിവിധ സംഘടനകളുമായി സഹകരിച്ച് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തതും പുരസ്കാര നേട്ടത്തിന് മുതൽക്കൂട്ടായി. ഈ മാസം 7-ന് തിരുവല്ല ഹോട്ടൽ അശോക ഇന്റർനാഷണലിൽ വെച്ചാണ് പുരസ്കാരദാന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറിയും അഴിമതിയുമാണ് നടന്നിട്ടുള്ളതെന്ന് മുൻ MP CS സുജാത. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇൻകം ടാക്സ് ഓഫീസ് പടിക്കലിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. അശാസ്ത്രീയമായ ചിക്കൻ നിരോധനം പിൻവലിക്കുക, അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ ഹോട്ടലുകളിൽ ഉപയോഗിക്കാൻ അനുമതി നൽകുക, GSTയുടെ പേരിൽ നടത്തുന്ന ഉദ്യോഗസ്ഥ വേട്ട അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജൂലൈ 1 മുതൽ പരിഷ്കരിച്ച് നടപ്പിലാക്കേണ്ട ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാൻ
സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറിയും മുൻ MLA-യുമായ A. ഷുക്കൂർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ബീച്ചിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം പതിവാകുന്നതായി വ്യാപാരികളുടെ പരാതി. തിങ്കളാഴ്ച പുലർച്ചെ ഭിന്നശേഷിക്കാരൻ കൂടിയായ മുബാഷിന്റെ കടയും കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം നടത്തിയതായും പരാതി. കേരള ഹോമിയോ ശാസ്ത്രവേദിയുടെ ഈ വർഷത്തെ സ്വാമി ആതുരദാസ് ജി പുരസ്കാരം ആലപ്പുഴ സ്വദേശിനി ഡോക്ടർ ഷെമീന സലീമിന് ലഭിച്ചു. സാംക്രമിക രോഗപ്രതിരോധ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളും ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി വഴി കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ സേവനങ്ങളെ മുൻനിർത്തിയുമാണ് പുരസ്കാരം. ഈ മാസം 7-ന് തിരുവല്ലയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ പുരസ്കാരം വിതരണം ചെയ്യും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.